ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പിയാണെന്ന് വിചാരിക്കുകയാണേ. അപ്പോൾ 6ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ ആവാനായില്ലേ. നമ്മൾ ഇതും കൂടെ കഴിഞ്ഞാൽ യു പിയിലേക്കാണ്, സീനിയർ ആവാൻ പോവുകയാണല്ലേ. 7ാം ക്ലാസ്സിലേക്കാണ്. യു പിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ സീനിയർ ക്ലാസ്സിലേക്കൊക്കെ എത്താൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ഇന്നങ്ങ് തന്നാലോ? കുറച്ച് നേരത്തെ പഠിച്ചു തുടങ്ങാം അല്ലേ. ഉറൂബിന്റെ ഒരു കഥ നമുക്ക് പഠിക്കാനുണ്ട്. സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന നോവലിലെ ഒരു ഭാഗമാണേ. അപ്പോൾ ഉറൂബിന്റെ യഥാർത്ഥ പേര് PC കുട്ടിക്കൃഷ്ണനാണ്. എല്ലാവർക്കും അറിയാമോ? അവരുടെ ഈ ഒരു കഥയില് ആ രക്തം മാഞ്ഞു പോയില്ല എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് കേട്ടോ. ആ രക്തം മാഞ്ഞു പോയില്ല അല്ലെ. ആ രക്തം മാഞ്ഞു പോയില്ല എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തെ ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന ഒരു നോവൽ, അതെന്തിന്റെ പശ്ചാത്തലത്തിലാണ്? സ്വാതന്ത്ര്യ സമരം അല്ലെ. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച്, ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണത്തെക്കുറിച്ച്, അതൊക്കെ ഇതിലിങ്ങനെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അതിൽ നിങ്ങളെപ്പോലെ ഒരു വിദ്യാർത്ഥിയുണ്ട്. ആരാണ്? കുഞ്ഞിരാമൻ എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞിരാമന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കുഞ്ഞിരാമന്റെ ഒരു പ്രത്യേകതകൾ എന്താണ് എന്ന് കഥാപാത്ര നിരൂപണം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എഴുതാൻ പറ്റുമോ? ഇത് ഈ കുഞ്ഞിരാമൻ തന്നെ ആയിരിക്കണം എന്നില്ല. നമ്മൾ പഠിച്ച വേറെ ഏതെങ്കിലും പാഠത്തിൽ, മലയാളം ഫസ്റ്റ് ആയിക്കോട്ടെ സെക്കൻഡ് ആയിക്കോട്ടെ, കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അതിന് മുൻപായിട്ട് നമ്മുടെ നോക്കൂ, വജ്ര ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് അറിയാലേ. 6ാം ക്ലാസ്സിലെ ബാച്ചാണ്. അതിൻ്റെ ഒരു റിവിഷൻ ബാച്ച് ഇപ്പോഴും 15% ഓഫറിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയും ഇങ്ങോട്ട് കയറി വരാം. കാരണം ഒരു മാസം കൊണ്ട് നിങ്ങളെ അടിപൊളിയായിട്ട് പഠിപ്പിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ്. റിവിഷൻ ക്ലാസ്സിനൊപ്പം പഠിച്ച് ഹൈ സ്കോർ നേടാം എന്നാണ് പറയുന്നത്. അപ്പോൾ റിവിഷൻ ബാച്ചിനോടൊപ്പം നിങ്ങൾക്ക് പഠിച്ചിട്ട് നല്ല മാർക്ക് നേടിയിട്ട് 6ാം ക്ലാസ്സിൽ നിന്ന് അടിപൊളി മാർക്ക് വാങ്ങിയിട്ട് 7ലേക്ക് പോകാം. 7ലെ ബേസ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, ബേസ് ആയിട്ടുള്ള അടിത്തറയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോകാം. എന്നിട്ട് 7ാം ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ താഴെ കൂടി ഒരു നമ്പർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നമ്പറിലൊന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ക്ലാസ്സൊക്കെ മിസ്സായിട്ടുണ്ടാവും പല പല പരിപാടികൾ കൊണ്ട്. ആരും ടെൻഷൻ അടിക്കേണ്ട, ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ആ രക്തവും മാഞ്ഞു പോയില്ല എന്ന് പറയുന്ന പാഠഭാഗത്തെ ക്ലാസ് മുറിയിൽ അധ്യാപകൻ ചരിത്രം പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന സംശയം, ക്ലാസ്സിന് ശേഷം അവിടെ സ്കൂളിന് തൊട്ടടുത്തുള്ള വയലിൽ അവിടെ സംഭവിച്ച ഒരു കാര്യം അല്ലേ, അതൊക്കെയാണ് നമ്മളെ പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ഒരാൾ ഇവിടെ വീണ് കിടക്കുന്നൊക്കെ ഉണ്ട്. പാടത്താണ് അല്ലേ, കട്ട ഇട്ട പാടത്താണ് ഒരാൾ വീണ് കിടക്കുന്നത്. ഈ ഒരാൾ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ കുപ്പിയിൽ വെള്ളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ ഇതാണ് കുഞ്ഞിരാമൻ, നമ്മളെ കഥയിലെ കുഞ്ഞിരാമൻ ഇതാണ്. അപ്പോൾ ഈ കുഞ്ഞിരാമനെ പറ്റി കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തയ്യാറാക്കണം. നമ്മൾ ആദ്യം എഴുതുന്നു ആരുടെ കഥയാണെന്ന്. പാഠം വായിക്കണം, അടിസ്ഥാന പാഠാവലിയാണ് അല്ലേ. ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിലെ ആ രക്തം മാഞ്ഞു പോയില്ല എന്ന ഭാഗത്ത് കുഞ്ഞിരാമൻ എന്ന ശക്തമായ കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നു. സ്വാതന്ത്ര്യ സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും അലയൊലികൾ പടർന്നു പിടിക്കുന്ന കാലത്തെ ഒരു ക്ലാസ് മുറിയിൽ അധ്യാപകൻ ചരിത്രം പഠിപ്പിക്കുകയാണ് അല്ലേ. പഠിപ്പിക്കുമ്പോൾ ശക്തമായ പ്രതിഷേധവും ചോദ്യവുമായി അധ്യാപകന്റെ മുന്നിൽ നിൽക്കുന്ന കുഞ്ഞിരാമൻ എന്ന കുട്ടി, ആ കുട്ടിയെക്കുറിച്ചാണ് നമ്മളോട് എഴുതാൻ പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ ആ കാര്യം അവിടെ പറഞ്ഞു വെച്ചു. ആരുടെ നോവല്, ഏത് കഥ എന്നല്ലേ. ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരുമാണ് ആ ഒരു ഭാഗത്ത് നിന്നുള്ളതാണ്. ആ രക്തവും മാഞ്ഞു പോയില്ല എന്ന ഭാഗത്തുള്ളതാണെന്നല്ലേ. അപ്പോൾ പാഠപുസ്തകത്തിലെ അറിവുകൾക്കപ്പുറം കൃത്യമായ രാഷ്ട്രീയ ബോധവും ചിന്തയുമുള്ള കുട്ടിയാണ് ആര്? നമ്മുടെ ഈ കുഞ്ഞിരാമൻ. മാസ്റ്റർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ കുഞ്ഞിരാമൻ കൃത്യമായി വിമർശിക്കുന്നുണ്ട്. പാഠം വായിച്ചു നോക്കിയാലേ മനസ്സിലാവൂ കേട്ടോ. അത് കുഞ്ഞിരാമനിലെ നിരീക്ഷണ ബുദ്ധിയെയും രാജ്യത്തോടുള്ള സ്നേഹത്തെയും കാണിക്കുന്നു. ഇൻസ്പെക്ടറുടെ അടിയേറ്റ് ബോധരഹിതനായിട്ട് ഈ കുഞ്ഞിരാമൻ നിലത്ത് വീഴാണ് കേട്ടോ. ബോധരഹിതനായിട്ട് നിലത്ത് വീഴുന്നത് നമ്പ്യാരാണ്. നമ്പ്യാർ നിലത്ത് വീഴുന്ന സമയത്ത് ചുറ്റും ആരും നോക്കുന്നില്ല. എന്താണ്, ഇദ്ദേഹത്തെ ഒന്ന് രക്ഷിക്കാനോ ഒരിത്തിരി വെള്ളം കൊടുക്കാനോ ഒന്നും. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ പേടിച്ചിട്ടാണ് അല്ലേ. എന്നാൽ ധൈര്യശാലിയായ അല്ലേ, കൃത്യമായിട്ട് കാഴ്ചപ്പാടുകളുള്ള, കൃത്യമായിട്ട് രാജ്യസ്നേഹമുള്ള കുഞ്ഞിരാമൻ എന്ത് ചെയ്യുന്നു? നമ്പ്യാരുടെ മുഖത്ത് അല്ലേ വെള്ളം തളിച്ച് ശുശ്രൂഷിക്കാൻ കുഞ്ഞിരാമൻ കാണിച്ച ധൈര്യം അവന്റെ മനുഷ്യത്വത്തെ കാണിക്കുന്നു അല്ലേ. അവന്റെ മനുഷ്യത്വത്തെയും സമൂഹത്തോടുള്ള അവന്റെ പ്രതിബദ്ധതയും കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ കുഞ്ഞിരാമനെ പറ്റി ഏകദേശ രൂപം കിട്ടി. നല്ല സ്നേഹമുള്ള കുട്ടിയാണ്,
മനുഷ്യത്വമുള്ള കുട്ടിയാണ്. ഒരാൾ വീണ് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇച്ചിരി വെള്ളം കൊടുക്കാൻ ധൈര്യം കാണിച്ചു. അതും എങ്ങനെയുള്ള ആള്? പോലീസുകാർ, അന്നത്തെ ബ്രിട്ടീഷ് പോലീസുകാര് അടിച്ച് നിലത്തിട്ടതാണ്. ആരെങ്കിലും ധൈര്യം കാണിക്കോ? അല്ലേ? അവർക്കും കൂടെ ശിക്ഷ കിട്ടും അതുകൊണ്ട്. പക്ഷെ കുഞ്ഞിരാമൻ അത് ചെയ്തില്ല. കുഞ്ഞിരാമൻ എന്ത് ചെയ്തു? അത് അവരെ നോക്കാതെ ഈ നമ്പ്യാർക്ക് വെള്ളം കൊടുക്കുകയാണ് അല്ലേ. വളർന്നു വരുന്ന പുതിയ തലമുറയുടെ പ്രതിനിധിയാണ് ഈ കഥയിലെ കുഞ്ഞിരാമൻ. തന്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുവാനും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനുമുള്ള കുഞ്ഞിരാമനെ മറ്റുള്ളവരിൽ നിന്നും എന്നും വേറിട്ട് നിർത്തുന്നു. കുഞ്ഞിരാമൻ മറ്റുള്ളവരിൽ നിന്നും എന്നും വേറിട്ട് നിൽക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ കുഞ്ഞിരാമനെ പറ്റി ഒരു ധാരണ കിട്ടി. നമ്മൾ അതാണ് എഴുതിയത്. അപ്പോൾ കഥാപാത്ര നിരൂപണം വരുന്ന സമയത്ത് ആ കഥയിലെ ആ കഥാപാത്രത്തിനുള്ള സ്ഥാനം നമ്മൾ മനസ്സിലാക്കാം. കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ, ഇദ്ദേഹത്തിന് കുറേ സവിശേഷതകളുണ്ട്. എന്താണ്? മനുഷ്യത്വം അല്ലേ, സമൂഹത്തോടുള്ള അവന്റെ പ്രതിബദ്ധത, രാജ്യസ്നേഹം അല്ലേ, പിന്നെ നിരീക്ഷണ ബുദ്ധി. കൃത്യമായിട്ടും ബ്രിട്ടീഷുകാരെ വിമർശിക്കുന്നുണ്ട്. അധ്യാപകനെ വിമർശിക്കാൻ പേടി, പക്ഷേ കുഞ്ഞിരാമൻ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ മാസ്റ്റർ പഠിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞിരാമൻ കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ മറ്റൊരു ചോദ്യവുമായിട്ട് ടീച്ചർ വീണ്ടും വരാം. ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ വജ്ര ബാച്ചിൻ്റെ ഏതാണ് റിവിഷൻ ബാച്ച്. അപ്പോൾ റിവിഷൻ ക്ലാസ്സിനൊപ്പം പഠിച്ച് ഹൈ സ്കോർ നേടാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം? നല്ല കുട്ടികളായിട്ട് പഠിക്കുക. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് ടീച്ചർ ഇനിയും വരാം. അപ്പോൾ കുഞ്ഞിരാമനെ പറ്റി നമ്മൾ ഇന്ന് പഠിച്ചു. ഇനി ഇത് മലയാളം ഫസ്റ്റിന് വന്നാലും സെക്കൻഡിന് വന്നാലും കഥാപാത്ര നിരൂപണം ആരെക്കുറിച്ചാണെങ്കിലും അത് ഏത് കഥയിൽ നിന്നുള്ളതാണ്, ആരെഴുതിയതാണ് അല്ലേ, കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ, ആ കഥയിലെ അദ്ദേഹത്തിനുള്ള സ്ഥാനം, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ. It's me, Shruti Vaishak from Xylem Learning. Bye-bye.